അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 6 തിങ്കളാഴ്ച. ഹോർമൂസ് കടലിടുക്ക് ഇന്ന് തുറന്നില്ലെങ്കിൽ നാളെ ഇറാനെ തകർക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതേസമയം ഇറാൻ വെടിവെച്ച് വീഴ്ത്തിയ F-15E യുദ്ധവിമാനത്തിലെ കാണാതായ പൈലറ്റിനെ യുദ്ധവിമാനങ്ങളും മറീനുകളും ചേർന്ന് അതിസാഹസികമായി അമേരിക്ക രക്ഷപ്പെടുത്തി. ഇറാന്റെ മിസൈലുകൾ, റവല്യൂഷണറി ഗാർഡ്സിന്റെ ആക്രമണം എന്നിവയെ മറികടന്നാണ് ഇറാനിൽ നിന്ന് പൈലറ്റിനെ രക്ഷിച്ചത്. എന്നാൽ രക്ഷാ ദൌത്യത്തിനിടെ യുഎസിന്റെ C-130 വിമാനവും ഒരു ഹെലികോപ്റ്ററും വെടിവെച്ചിട്ടെന്നും 5 പേരെ വധിച്ചെന്നും ഇറാൻ അവകാശപ്പെട്ടു. തൃശൂരിൽ വീണ്ടും BJP വോട്ടിന് കിറ്റ് നൽകുന്നെന്ന ആരോപണവുമായി UDFും LDFും. മണലൂർ മണ്ഡലത്തിലെ വാടാനപ്പള്ളിയിൽ ചാമ്പ്യൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് 900 രൂപ വിലയുള്ള 26 കിറ്റുകൾ പിടിച്ചെടുത്തു. ഉടമ പ്രവീൺ ജിത്തിനെ കസ്റ്റഡിയിലെടുത്തു. പോലീസുമായി ഉന്തും തള്ളും നടത്തിയ UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ ഉൾപ്പെടെയുള്ള UDF പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. ഗോഡൌണിന് മുകളിലെ മുറിയിൽ നിന്ന് BJP നേതാവും നടനുമായ ദേവൻ പുറത്തുവന്നതോടെ പ്രതിഷേധം ശക്തമായി. 2 ദിവസം മുൻപ് തൃശൂരിലെ ഒളരിയിലും BJP കിറ്റ് വിതരണം നടത്തിയെന്ന് ആരോപണമുണ്ടായിരുന്നു. വാടാനപ്പള്ളിയിൽ BJPക്കെതിരായ കിറ്റ് ആരോപണം വെറും നുണക്കഥയാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സത്യമില്ലാത്തതുകൊണ്ടാണ് പോലീസ് കേസെടുക്കാത്തതെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. ഇതേസമയം താൻ കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കാൻ വന്നതാണെന്നും കിറ്റുമായി തനിക്കൊരു ബന്ധവുമില്ലെന്നും നടൻ ദേവൻ പറഞ്ഞു. കേരളത്തിൽ UDF തരംഗമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 100-ലധികം സീറ്റുമായി UDF അധികാരത്തിലെത്തും. സർക്കാരിനെതിരായ അതിശക്തമായ പ്രതിഷേധവും UDFനെ കുറിച്ച പ്രതീക്ഷകളും ജനങ്ങൾക്കിടയിലുണ്ടെന്നും അദ്ദേഹം പറവൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ NDA അധികാരത്തിലെത്തിയാൽ ശബരിമല സ്വർണ്ണക്കൊള്ള CBIയെ കൊണ്ട് അന്വേഷിപ്പിക്കുമെന്നും 2 വർഷത്തിനുള്ളിൽ കേരളത്തിൽ എയിംസ് സ്ഥാപിക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കോഴിക്കോട് NDA സ്ഥാനാർത്ഥികളുടെ പ്രചാരണാർത്ഥം സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർണാടക കുടകിൽ ട്രക്കിങ്ങിനിടെ വനത്തിൽ കാണാതായ കോഴിക്കോട് നാദാപുരം സ്വദേശിയായ ശരണ്യയെ ഇന്നലെ രാത്രിയോടെ കണ്ടെത്തി. കർണാടക വനം വകുപ്പ്, പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ 60ഓളം പേർ 4 സംഘങ്ങളായി കാട് അരിച്ചുപെറുക്കി. ഡ്രോണുകളെയും സ്നിഫർ ഡോഗുകളെയും ഉപയോഗിച്ചായിരുന്നു തെരച്ചിൽ. എറണാകുളത്ത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ GS ശരണ്യ വ്യാഴാഴ്ചയാണ് വനത്തിൽ കുടുങ്ങിയത്. കനത്ത മഴ അടക്കമുള്ള വെല്ലുവിളികളെ അതിജീവിച്ച് 4 ദിവസം വനത്തിൽ കഴിഞ്ഞെങ്കിലും ആരോഗ്യത്തിന് കുഴപ്പമില്ലെന്ന് ശരണ്യ. പ്രദേശവാസികളാണ് ശരണ്യയെ ആദ്യം കണ്ടെത്തിയത്. ഫോൺ ഓഫായി പോയെന്നും 1 കുപ്പി വെള്ളം മാത്രമാണ് കയ്യിലുണ്ടായിരുന്നതെന്നും ഡ്രോണിന് ദൃശ്യമാകുന്നതും അരുവിയുള്ളതുമായ സ്ഥലത്താണ് നിന്നതെന്നും ശരണ്യ പറഞ്ഞു. FCRA നിയമ ഭേദഗതി ന്യൂനപക്ഷത്തെ ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണെന്ന് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. നിയമ ഭേദഗതി പരിഷ്കാരമല്ല, ആക്രമണമാണ്. ക്രൈസ്തവ സഭകളെ മാത്രമല്ല പൊതുസമൂഹത്തെയാണ് ആക്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പാലക്കാട് ജില്ലയിലെ CPMന് വഴിവിട്ട ബന്ധമുള്ള 14 പേരുടെ ലിസ്റ്റ് പുറത്തുവിടുമെന്ന് PK ശശി. വയസ്സടക്കമുള്ള തന്റെ രേഖകളിൽ കൃത്രിമത്വം കാണിച്ചെങ്കിൽ തെളിയിക്കാൻ വെല്ലുവിളിക്കുകയാണെന്നും PK ശശി CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിനെ വെല്ലുവിളിച്ചു. സംസ്ഥാനത്ത് മരണാനന്തര അവയവദാനത്തിലൂടെ 5 പേർക്ക് പുതുജീവിതം. തിരുവനന്തപുരം സ്വദേശി കൃഷ്ണലാലിന്റെ 5 അവയവങ്ങളാണ് ദാനം ചെയ്തത്. വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മസ്തിഷ്ക മരണം സംഭവിച്ച 33-കാരനായ കൃഷ്ണലാലിന്റെ കുടുംബാംഗങ്ങളാണ് അവയവദാനത്തിന് തയ്യാറായത്. സംവിധായകൻ രഞ്ജിത്തുമായി പോലീസിന്റെ തെളിവെടുപ്പ്. ലൈംഗിക അതിക്രമം നടന്നതായി ആരോപിക്കപ്പെട്ട ഫോർട്ട് കൊച്ചിയിലെ സിനിമാ സെറ്റിലും നടിയുടെ മൊഴിയിൽ പറഞ്ഞ ക്യാരവാനിലും തെളിവെടുത്തു. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ പരിശോധനകളിൽ 58 കോടി രൂപയുടെ വസ്തുവകകൾ പിടികൂടി. തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 സംസ്ഥാനങ്ങളിലായി ഇതുവരെ 651.51 കോടി രൂപയുടെ വസ്തുവകകൾ പിടികൂടിയിട്ടുണ്ട്.
എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോഫിറ്റിൻ ഓയിൽ. ഉടനടി മാറും ടാരൻ, ഉപയോഗിക്കൂ വേഗം. Amrutweni Dandruff, the ultimate dandruff solution. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വേദി വിട്ട 10 മിനിറ്റിനകം തിരുവല്ലയിലെ SPG സംഘത്തെ ഫോണിൽ വിളിച്ച് വേദിയിലുണ്ടായിരുന്ന താമര പേപ്പർ വെയ്റ്റ് തനിക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടു. ക്രിസ്റ്റലിൽ നിർമ്മിച്ച 16 ദളങ്ങളോടുകൂടിയ ഫെങ്ഷൂയി ഇനത്തിലെ താമരയുടെ പേപ്പർ വെയ്റ്റാണ് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടത്. SPG അധികൃതർ അത് 2 സംഘടിപ്പിച്ച് ഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു. ആവശ്യപ്പെട്ട പേര് ബാലറ്റിൽ പരിഗണിച്ചില്ലെന്ന പരാതിയുമായി തൃപ്പൂണിത്തുറയിലെ NDA സ്ഥാനാർത്ഥി അഞ്ജലി നായർ വീണ്ടും ഹൈക്കോടതിയിലേക്ക്. ബാലറ്റിൽ പേരുൾപ്പെടുത്തുന്നത് പരിഗണിക്കണമെന്ന് ഹൈക്കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ അപേക്ഷിക്കാൻ വൈകി എന്ന കാരണത്തിൽ വരണാധികാരി പേരുമാറ്റം അംഗീകരിച്ചില്ല. ഇന്ന് 4 ജില്ലകളിൽ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ മഞ്ഞ അലർട്ട്. കോഴിക്കോട് കുന്നമംഗലം കുരിക്കത്തൂരിൽ അനധികൃത പടക്ക നിർമ്മാണത്തിനിടെ വീട്ടിലുണ്ടായ വൻ സ്ഫോടനത്തിൽ ഒരാൾ കസ്റ്റഡിയിൽ. വീട് വാടകയ്ക്കെടുത്ത മുണ്ടിക്കൽ താഴം സ്വദേശി വിഷ്ണുവിനെ പോലീസ് ചോദ്യം ചെയ്തു. സ്ഫോടനത്തിൽ ഇയാളുടെ സഹോദരനും ബന്ധുവും മരിച്ചിരുന്നു. സമ്മാനമില്ലെന്ന് തോന്നി ചവറുകൾക്കിടയിലേക്ക് കളഞ്ഞ ലോട്ടറി ടിക്കറ്റിലൂടെ ലഭിച്ചത് 1 കോടി രൂപയുടെ കാരുണ്യ ലോട്ടറി. തലവടി ആനപ്രമ്പാൽ കൊച്ചമ്മനം മംഗലത്ത് ബേക്കറി ഉടമയായ കുഞ്ഞച്ചാമ്മയ്ക്കാണ് ഇങ്ങനെ ഭാഗ്യമെത്തിയത്. വൈകുന്നേരം സഹോദരൻ ആരാഞ്ഞപ്പോൾ കളഞ്ഞ ടിക്കറ്റ് വീണ്ടും എടുത്ത് പരിശോധിച്ചപ്പോഴാണ് ഭാഗ്യവിവരം മനസ്സിലായത്. രാജ്യത്ത് പാചകവാതക ക്ഷാമമില്ലെന്ന് ആവർത്തിച്ച് കേന്ദ്ര സർക്കാർ. ചെറിയ LPG സിലിണ്ടറുകളുടെ വിതരണം ശക്തമാക്കി. ഒരു ദിവസം 51 ലക്ഷത്തിലധികം സിലിണ്ടറുകളാണ് വിതരണം ചെയ്യുന്നത്. മാർച്ച് 23 മുതൽ ഇതുവരെ 6.6 ലക്ഷം സിലിണ്ടറുകളാണ് ഇത്തരത്തിൽ വിറ്റഴിച്ചതെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. യുദ്ധം തുടരുന്നതിനാൽ മെയ് 31 വരെ ഇസ്രായേലിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളും എയർ ഇന്ത്യ റദ്ദാക്കി. മറ്റു വിമാന കമ്പനികളും വിമാന സർവീസുകൾ റദ്ദാക്കിയിരുന്നു. ദേശീയ പാതകളിലെ ടോൾ ബൂത്തുകളിൽ കറൻസി ഇടപാടുകൾ ഒഴിവാക്കുന്നു. ഏപ്രിൽ 10 മുതൽ ഫാസ്ടാഗ് ഇല്ലാതെ ടോൾ ബൂത്തിലേക്കെത്തുന്ന വാഹനങ്ങൾ UPI വഴി പണമടയ്ക്കണം. സാധാരണ നിരക്കിനൊപ്പം 25% അധികം നൽകണം. ഇറാനിൽ കുടുങ്ങിക്കിടന്ന 345 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾ ശനിയാഴ്ച അർമേനിയ വഴി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. ചെന്നൈയിലാണ് ഇവർ എത്തിച്ചേർന്നത്. ഇറാനിൽ നിന്ന് കൂടുതൽ LPG എത്തിക്കാനുള്ള ശ്രമവുമായി ഇന്ത്യ. ഒരു LPG ടാങ്കറാണ് ഇതുവരെ എത്തിയത്. കൂടുതൽ LPG ക്രൂഡ് ഓയിൽ ടാങ്കറുകൾ എത്താൻ സാധ്യതയുണ്ടെന്നാണ് വിവരം. അതേസമയം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വൻതോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യമുണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. അധികാരത്തിലെത്തിയാൽ കരുണാനിധിയുടെ മരണത്തിൽ അന്വേഷണം നടത്തുമെന്ന് AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി K പളനിസ്വാമി. ജയലളിതയുടെ മരണത്തിൽ അന്വേഷണം നടത്തിയതിന് സമാനമായ അന്വേഷണം നടത്തുമെന്നും അവസാന കാലത്ത് കരുണാനിധിയോട് സ്റ്റാലിൻ മോശമായി പെരുമാറിയെന്നും അദ്ദേഹം ആരോപിച്ചു. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ചെന്നൈയിൽ ഇന്ന് നടത്താനിരുന്ന തമിഴക വെട്രി കഴകം അധ്യക്ഷൻ വിജയുടെ റോഡ് ഷോകൾ റദ്ദാക്കി. പോലീസ് അനുമതി നൽകാത്തതാണ് കാരണം. പുതുച്ചേരി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ TVK പ്രധാന കക്ഷികൾ ആരുമായും സഖ്യത്തിനില്ലെന്ന് പ്രഖ്യാപനം നടത്തിയ TVK ബദൽ രാഷ്ട്രീയ കക്ഷിയായി പുതുച്ചേരിയിൽ വളരാനാണ് ലക്ഷ്യമിടുന്നത്. TVK അധ്യക്ഷനും നടനുമായ വിജയ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 30 സീറ്റിൽ മത്സരിക്കും. ആന്ധ്രാപ്രദേശിലെ മാച്ചർലയിൽ പ്രണയിച്ചയാളെ വിവാഹം കഴിച്ചതിന് യുവതിയെ കൊലപ്പെടുത്തിയതിന് അച്ഛനെയും ബന്ധുവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. 22 വയസ്സുകാരിയായ ചൌഡേശ്വരിയാണ് കൊല്ലപ്പെട്ടത്. യുവതിയുടെ അച്ഛൻ ചന്ദ്രശ്രീനുവും ബന്ധുവുമാണ് പിടിയിലായത്. ഇറാനെതിരെ അധിക്ഷേപ പരാമർശവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമുസ് കടലിടുക്ക് ഉടൻ തുറക്കണമെന്നാവശ്യപ്പെട്ടാണ് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് അധിക്ഷേപ പരാമർശം നടത്തിയത്. ചൊവ്വാഴ്ച ഇറാനിലെ പവർ പ്ലാന്റുകളും അടുത്ത ദിനം പാലങ്ങളും തകർക്കുമെന്നും ഭ്രാന്തൻ തെണ്ടികളെ നിങ്ങൾ നരകത്തിൽ പോകേണ്ടി വരും എന്നുമായിരുന്നു ട്രംപിന്റെ പോസ്റ്റ്.
ടെഹ്റാനിൽ US സൈന്യം നടത്തിയ ശക്തമായ ആക്രമണത്തിൽ ഇറാനിലെ ഉന്നത സൈനിക നേതാക്കളെ വധിച്ചെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എപ്പോഴാണ് ആക്രമണം നടത്തിയതെന്നോ ആരൊക്കെയാണ് കൊല്ലപ്പെട്ടതെന്നോ വ്യക്തമാക്കിയിട്ടില്ല. ഗൾഫ് രാജ്യങ്ങളിൽ ശക്തമായി തിരിച്ചടിച്ച് ഇറാൻ. ബഹ്റൈനിലും കുവൈറ്റിലും ഇറാൻ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. പ്രധാന സർക്കാർ കെട്ടിടങ്ങൾക്കും ഊർജ്ജ നിലയങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കുവൈറ്റിലെ വിവിധ മന്ത്രാലയങ്ങൾ പ്രവർത്തിക്കുന്ന മിനിസ്ട്രി കോംപ്ലക്സ് ആക്രമിച്ചു. കുവൈറ്റിലെ ഷുവൈഖ് പ്രദേശത്തെ കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷൻ ഹെഡ് ക്വാർട്ടേഴ്സ് സമുച്ചയത്തിലും ഇറാന്റെ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായി. ഇറാൻ US ചർച്ചകൾക്ക് പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കുന്നുണ്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമെന്ന് ഇറാൻ. എന്നാൽ ഇന്ത്യയുൾപ്പെടെ എല്ലാ രാജ്യങ്ങൾക്കും സംഭാവന നൽകാൻ കഴിയുമെന്നും ഇന്ത്യയിലെ ഇറാനിയൻ പ്രതിനിധി അബ്ദുൾ മജീദ് ഹക്കീമിലാഹി പറഞ്ഞു. ലാൻഡിംഗിന് ശ്രമിക്കവെ ചെറുവിമാനം റെസ്റ്റോറന്റിന് മുകളിലേക്ക് തകർന്നു വീണ് 4 പേർ കൊല്ലപ്പെട്ടു. തെക്കൻ ബ്രസീലിയൻ സംസ്ഥാനമായ റിയോ ഗ്രാൻഡെ ഡോർസുളിലാണ് അപകടം. കാപ്പാവോ ഡാ കനോവ വിമാനത്താവളത്തിൽ ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ റൺവേക്ക് സമീപമുള്ള വൈദ്യുത തൂണിലിടിച്ച വിമാനം റെസ്റ്റോറന്റിലേക്ക് തകർന്നു വീഴുകയായിരുന്നു. ഇന്ത്യ എപ്പോഴെങ്കിലും ആക്രമണം നടത്താൻ തുനിഞ്ഞാൽ കൊൽക്കത്ത ആക്രമിച്ച് തിരിച്ചടിക്കുമെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്. ഇന്ത്യൻ കസ്റ്റഡിയിലുള്ള പാക് സ്വദേശികളുടെയോ മറ്റോ മൃതശരീരങ്ങൾ എവിടെയെങ്കിലും ഉപേക്ഷിച്ച് അവർ ഭീകരരായിരുന്നുവെന്ന് പ്രചരിപ്പിക്കാൻ പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുകൾ ലഭിച്ചെന്നും ഖ്വാജ ആസിഫ് സിയാൽകോട്ടിലെ പത്രസമ്മേളനത്തിൽ അവകാശപ്പെട്ടു. യുദ്ധം ഇന്ധന വിതരണത്തെ ബാധിച്ചതോടെ നേപ്പാളിൽ ശനിയും ഞായറും പൊതു അവധി പ്രഖ്യാപിച്ചു. IPLൽ ചെന്നൈ സൂപ്പർ കിങ്സിന് തുടർച്ചയായ 3ാം തോൽവി. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ചെന്നൈയെ 43 റൺസിന് തകർത്ത് തുടർച്ചയായ 2ാം ജയം നേടി. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്ന പോരാട്ടത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത RCB 20 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 250 റൺസടിച്ചു. സഞ്ജു ഉൾപ്പെടെ മുൻനിര താരങ്ങൾ നിരാശപ്പെടുത്തിയ മത്സരത്തിൽ ചെന്നൈക്ക് 19.4 ഓവറിൽ 207 റൺസെടുക്കാനേ കഴിഞ്ഞുള്ളൂ. സ്കോർ RCB 20 ഓവറിൽ 253, ചെന്നൈ 19.4 ഓവറിൽ 207 ഓൾ ഔട്ട്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.